സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സഹാബി സാഹിർ എന്ന് പറയുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെയധികം സ്നേഹിച്ച സഹാബി, അദ്ദേഹം ഉൾഗ്രാമത്തിൽ ബാദിയ എന്ന് പറയും, അഹ്ലുൽ ബാദിയ, ഉൾഗ്രാമത്തിൽ താമസിച്ചിരുന്ന വ്യക്തിയായിരുന്നു. എപ്പോഴൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അദ്ദേഹം വരുന്നുവോ അപ്പോഴൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹം ഒരു സമ്മാനം നൽകാറുണ്ട്. ഏത് സമയത്ത് വന്നു കഴിഞ്ഞാലും അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു സമ്മാനം നൽകും. റസൂലിന് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണ്, തിരിച്ചങ്ങോട്ടും. അങ്ങനെ സഹോദരങ്ങളെ, റസൂൽ ഈ രൂപത്തിൽ പറയാറുണ്ട് എന്നാണ് അദ്ദേഹത്തെ കുറിച്ച്, സാഹിറുൻ ബാദിയതുന വനഹ്നു ഹാളിറുഹു, അഥവാ നമ്മൾ ഗ്രാമത്തിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായും സാഹിറിനെ സിയാറത്ത് ചെയ്യുക തന്നെ ചെയ്യും, അഥവാ സന്ദർശിക്കുക തന്നെ ചെയ്യും. അദ്ദേഹം മദീനയിലേക്ക് വന്നാലോ നമ്മളെയും സന്ദർശിക്കുന്നുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുന്ന സ്നേഹത്തിന്റെ വാക്കുകൾ. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന്റെ മുഖം അത്ര ഭംഗിയുള്ളതല്ല. മാത്രമല്ല, ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തെ അടുപ്പിക്കുകയില്ല. ആ ഒരു രൂപത്തിലുള്ള പുറമോടിയാണ്, അല്ലെങ്കിൽ രൂപമാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലേക്ക് സാഹിർ റളിയല്ലാഹു അൻഹു വന്നു. അദ്ദേഹം വന്നതിന്റെ ഉദ്ദേശം ചില കച്ചവട ചരക്കുകൾ വിൽക്കുക എന്നതാണ്. അങ്ങനെ അദ്ദേഹം കച്ചവടത്തിലായിരിക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സാഹിറിന്റെ അടുക്കലേക്ക് വന്നു. അദ്ദേഹത്തെ പുറകിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചേർത്തൊന്ന് കെട്ടിപ്പിടിച്ചു. സാഹിർ ഇതറിയാതെ പറഞ്ഞു, അർസിൽനി മൻ ഹാദാ, എന്നെ വിടൂ, ആരാണ് എന്നെ പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചിരിക്കുന്നത്? പിന്നീട് സാഹിർ റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന്. അതറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പുറംഭാഗം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചിലേക്ക് ചേർത്തിങ്ങനെ നിന്നു. അദ്ദേഹം സ്നേഹത്താൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചിലേക്ക് ഒന്ന് ചാഞ്ഞു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സാഹിറിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെയുള്ള ആളുകളോട് തമാശ രൂപത്തിൽ പറഞ്ഞു, മൈ യസ്തരി ഹാദൽ അബ്ദ്, ഈ അടിമയെ ആരാണ് വാങ്ങുക? യഥാർത്ഥത്തിൽ സാഹിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം അടിമയല്ല, മറിച്ച് അള്ളാഹുവിന്റെ അടിമ എന്ന രൂപത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് തമാശ പറഞ്ഞതാണ്. മൈ യസ്തരി ഹാദൽ അബ്ദ്, ആരാണ് ഈ അടിമയെ വാങ്ങുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചപ്പോൾ സാഹിറിന് അറിയാം ഒരാൾ പോലും അവർക്ക് വില കൊടുക്കുകയില്ല എന്നുള്ളത്, ഒരാൾ പോലും അദ്ദേഹത്തിന് അടുപ്പിക്കുകയില്ല എന്നത് സാഹിറിന് അറിയാം. അദ്ദേഹം മറുപടി പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇദൻ വല്ലാഹി തജിദുനി കസിദ, അങ്ങനെയെങ്കിൽ റസൂലെ, എന്നെ വാങ്ങുന്ന ആളുകൾ അവർ നഷ്ടക്കാരായിരിക്കും. കാരണം പ്രത്യേകിച്ച് എനിക്ക് ഭംഗിയില്ല, പ്രത്യേകിച്ച് കഴിവുകളൊന്നുമില്ല റസൂലെ, എന്നെ വാങ്ങുന്ന ആളുകൾ അവർ ദരിദ്രരായി പോകുമെന്ന് സാഹിർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു, ലാകിന്ന ഇൻദല്ലാഹി ലസ്ത ബികാസിദിൻ, ഒരിക്കലും സാഹിറെ അല്ലാഹുവിന്റെ അടുക്കൽ നീ ദരിദ്രനല്ല, നീ വിലയില്ലാത്തവനല്ല. വലാകിൻ അൻത ഇൻദല്ലാഹി ഗാലിൻ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ അങ്ങ് ഏറ്റവും വിലയുള്ള ആളാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സാഹിറിനോട് പറഞ്ഞു. സഹോദരങ്ങളെ നോക്കൂ, ഇദ്ദേഹത്തിന്റെ പുറമോടി നമ്മൾ പറഞ്ഞതുപോലെ ഭംഗിയുള്ള ഒരു പ്രകൃതമല്ല, പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ അവർക്കുള്ള സ്ഥാനം അത് വളരെ വലുതാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ പൊതുവെ പറയാറുള്ളത്, ഒരിക്കലും പുറമോടി കൊണ്ടല്ല കാര്യം, മറിച്ച് നമ്മുടെ ഹൃദയം അതിലെന്താണോ ഉള്ളത് അതിലാണ് കാര്യമെന്ന് പൊതുവെ പറയാറുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, അവിടുത്തെ നെഞ്ചിലേക്ക് ചൂണ്ടിക്കൊണ്ട് അത്തഖ്വ ഹാഹുന എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 തവണ അവിടുത്തെ നെഞ്ചിലേക്ക്, ഹൃദയത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് യഥാർത്ഥ തഖ്വ ഇവിടെയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്.